നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവളവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി ചേരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അങ്ങനെയുള്ള ദേശം മലിനമായി പോകുകയില്ലയോ? നീയോ പല ജാരന്മാരുമായി പരസംഗം ചെയ്തിരിക്കുന്നു, എന്നിട്ടും എൻ്റെ അടുക്കൽ മടങ്ങി വരുവാൻ നീ വിചാരിക്കുന്നുവോ എന്ന് യഹോവയുടെ അരുളപ്പാട്. മൊട്ടക്കുന്നുകളിലേക്ക് തലപൊക്കി നോക്കുക, നീ പരസംഗം ചെയ്യാത്ത സ്ഥലം ഏതുള്ളൂ? മരുഭൂമിയിൽ അരാബ്യർ എന്ന പോലെ നീ വഴികളിൽ അവർക്കായി പതിയിരുന്നു. നിന്റെ പരസംഗത്താലും വഷളത്വത്താലും ദേശത്തെ മലിനമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് മഴ നിന്നുപോയി, പിന്മഴ പെയ്തതുമില്ല. എന്നിട്ടും നീ വേശ്യയുടെ നെറ്റി കാണിച്ച് നാണിക്കാതെ ഇരിക്കുന്നു. നീ ഇന്നു മുതൽ എന്നോട് എൻ്റെ പിതാവേ, നീ എൻ്റെ യൗവനത്തിലെ സഖി എന്ന് വിളിച്ചു പറയുകയില്ലയോ? അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുമോ? അവൻ സദാകാലം ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുമോ? എന്നിങ്ങനെ നീ പറഞ്ഞ് ദുഷ്ടതകളെ പ്രവർത്തിച്ച് നിനക്ക് അത് സാധിച്ചുമിരിക്കുന്നു. യോശിയ രാജാവിൻ്റെ കാലത്ത് യഹോവ എന്നോട് അരുളി ചെയ്തത്, വിശ്വാസ ത്യാഗിനിയായ ഇസ്രയേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുവോ? അവൾ ഉയരമുള്ള എല്ലാ മലകളിലും എല്ലാ പച്ചമരത്തിന് കീഴിലും ചെന്ന് അവിടെ പരസംഗം ചെയ്തു. ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എൻ്റെ അടുക്കൽ മടങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചു, എന്നാൽ അവൾ മടങ്ങി വന്നില്ല. വിശ്വാസ പാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു. വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്ത ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ച് ഉപേക്ഷണപത്രം കൊടുത്തത്. വിശ്വാസ പാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു. മനോലഘുത്വത്തോടെ ചെയ്ത അവളുടെ പരസംഗം ഹേതുവായി ദേശം മലിനമായി പോയി. കല്ലിനോടും മരത്തോടും അവൾ വ്യഭിചാരം ചെയ്തു. ഇതെല്ലാമായിട്ടും വിശ്വാസ പാതകിയായ സഹോദരി യഹൂദ കപടമായിട്ടല്ലാതെ പൂർണ്ണഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. വിശ്വാസത്യാഗിനിയായ ഇസ്രയേൽ വിശ്വാസപാതകിയായ യഹൂദയേക്കാൾ നീതിയുള്ളവളെന്ന് യഹോവ എന്നോട് അരുളി ചെയ്തു. നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങൾ വിളിച്ചു പറക, വിശ്വാസത്യാഗിനിയായ ഇസ്രയേലെ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കോപം കാണിക്കയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്തു. പച്ചമരത്തിന് കീഴിലൊക്കെയും അന്യന്മാരോട് ദുർമാർഗമായി നടന്നതും എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക എന്ന് യഹോവയുടെ അരുളപ്പാട്. വിശ്വാസത്യാഗിനികളായ മക്കളെ മടങ്ങി വരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും. അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ച് പെരുകുമ്പോൾ ആ കാലത്ത് യഹോവയുടെ നിയമപ്പെട്ടകം എന്ന് ഇനി പറയുകയില്ല. അത് മനസ്സിൽ വരികയില്ല, അതിനെ ഓർക്കയില്ല, ചെന്ന് കാണുകയില്ല. ഇനി അതുണ്ടാകുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ കാലത്ത് യെരുശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. സകല ജാതികളും അവിടേക്ക് യെരുശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമനിമിത്തം വന്ന് ചേരും. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ശാഠ്യപ്രകാരം ഇനി നടക്കയില്ല. ആ കാലത്ത് യഹൂദാഗ്രഹം ഇസ്രായേൽ ഗൃഹത്തോട് ചേർന്ന് അവർ ഒന്നിച്ച് വടക്കേ ദിക്കിൽ നിന്ന് പുറപ്പെടും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും. ഞാൻ നിങ്ങളെ ദത്തെടുത്ത് നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെ എന്ന് വിചാരിച്ചു. നീ എന്നെ എൻ്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇസ്രായേൽ ഗൃഹമേ, ഒരു ഭാര്യ ഭർത്താവിനെ
വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ട് കളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴികളിൽ തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു കളഞ്ഞതിനാൽ അവർ മൊട്ടക്കുന്നുകളിന്മേൽ കരഞ്ഞ് യാചിക്കുന്നത് കേൾക്കുന്നു. വിശ്വാസ ത്യാഗികളായ മക്കളെ, മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസ ത്യാഗം മാറ്റിത്തരാം. ഇതാ, ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു, നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലോ. കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം. ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ. ലജ്ജാവിഗ്രഹങ്ങളോ ഞങ്ങളുടെ യൗവനം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ സമ്പാദ്യത്തെയും അവരുടെ ആടുകളെയും കന്നുകാലികളെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും തിന്നുകളഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ലജ്ജയിൽ തന്നെ കിടക്കട്ടെ, ഞങ്ങളുടെ നാണം ഞങ്ങളെ മൂടട്ടെ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്നുവരെയും ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചിട്ടില്ല. ഈ 3-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ പലതും നമ്മൾ കണ്ടു. 1-ാം വാക്യം, ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അങ്ങനെയുള്ള ദേശം മലിനമായി പോകുകയില്ലയോ? 3-ാം വാക്യം, മൊട്ടക്കുന്നുകളിലേക്ക് തലപൊക്കി നോക്കുക, നീ പരസംഗം ചെയ്യാത്ത സ്ഥലം ഏതുള്ളൂ? മരുഭൂമിയിൽ അരാബ്യർ എന്ന പോലെ നീ വഴികളിൽ അവർക്കായി പതിയിരുന്നു. 8-ാം വാക്യം, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്തത് ആ ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ചു. ഉപേക്ഷണപത്രം കൊടുത്ത് വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു. 12-ാം വാക്യം, നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങൾ വിളിച്ചു പറയുക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലിനെ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. 17-ാം വാക്യം, ആ കാലത്ത് യെരുശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. സകല ജാതികളും അവിടേക്ക് യെരുശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമനിമിത്തം വന്ന് ചേരും. ഇനി അതിൻ്റെ 22-ാം വാക്യം, വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. അവസാനമായി 25-ാം വാക്യം, ഞങ്ങൾ ഞങ്ങളുടെ ലജ്ജയിൽ കിടക്കട്ടെ, ഞങ്ങളുടെ നാണം ഞങ്ങളെ മൂടട്ടെ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്നുവരെയും ഞങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചിട്ടും ഇല്ല. വടക്കേ രാജ്യമായ ഇസ്രായേൽ ആദ്യം അശൂരിന് അടിമകളായി. എന്നാൽ അത് കണ്ട് തെക്കേ രാജ്യമായ യഹൂദ പഠിച്ചില്ല. ഭർത്താവിനെ വിട്ടുപോയ ഭാര്യ പരസംഗം ചെയ്യുന്നത് പോലെ ഇസ്രായേലും യഹൂദയും വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു. അവർ സത്യദൈവത്തെ ഉപേക്ഷിച്ച് അബദ്ധ ദൈവങ്ങളുടെ പിന്നാലെ പോയി. തങ്ങളുടെ പണവും ഒക്കെ അതിനായിട്ട് ചെലവഴിച്ചു. എന്നാൽ കഷ്ടത നിമിത്തം അവർ നിലവിളിച്ചപ്പോൾ ആ വിഗ്രഹങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാധിച്ചില്ല. എന്നാൽ ദൈവം പറയുന്നത്, മടങ്ങി വന്നാൽ ഞാൻ സ്വീകരിക്കാമെന്നാണ്. ധാർമ്മിക അധപ്പതനമുള്ള ദേശങ്ങൾ ശപിക്കപ്പെടും. ഇസ്രായേലിൽ മഴയില്ലാതെ പോയത് ദൈവത്തെ ഉപേക്ഷിച്ചതിൻ്റെ ശാപമായിരുന്നു. പക്ഷെ അത് കണ്ടിട്ടും ഇസ്രായേൽ പഠിച്ചില്ല. ദൈവം അവർക്ക് നൽകിയ മൃഗസമ്പത്തും മറ്റു ദ്രവ്യങ്ങളും അവരുടെ ശത്രുക്കൾ നശിപ്പിച്ചു. അതിനാൽ അവർ പാപ്പരായി. എന്നാൽ ദൈവം പറയുന്നു, മടങ്ങി വന്നാൽ ഞാൻ സ്വീകരിക്കാം, ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് നൽകാം. ദൈവം ആവർത്തിച്ച് ക്ഷണിച്ചിട്ടും ഇസ്രായേൽ ഹൃദയം കൊണ്ട് മടങ്ങി വരുന്നില്ല എന്നായിരുന്നു യിരെമ്യാവിൻ്റെ പ്രവചനം. ദൈവം സ്വീകരിക്കുമെന്നുള്ള വിശ്വാസം അവർക്ക് നഷ്ടമായിരുന്നു. അതാണ് അവസാന വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ റോമാലേഖനം 1 വായിക്കുന്നുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ദൈവം നൽകിയിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി, ജ്ഞാനികളെന്ന് പറഞ്ഞ ആളുകൾ മൂഢരായി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജാതി, ആൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യങ്ങളാക്കി അവർ മാറ്റി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ആരാധിച്ചു. അതുകൊണ്ട് ദൈവം അവരെ അശുദ്ധിക്കും അവമാനരാഗത്തിനും ഹൃദയകാഠിന്യത്തിനും നികൃഷ്ടബുദ്ധിക്കും ഏൽപ്പിച്ചു കളഞ്ഞു എന്നാണ്. ഇസ്രായേല് ഇതുപോലെ ദൈവത്തിൻ്റെ കരസ്പർശം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതുപോലെ അനുഭവിച്ച ഒരു ജനപദം വേറെയില്ല. പക്ഷേ അവർ പോയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവർ പരിചയപ്പെട്ട ഇടങ്ങളിൽ ആളുകൾ പറഞ്ഞു, അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ദൈവമുണ്ട്, അത് ഈ വിഗ്രഹമാണ്. അവരത് വിശ്വസിച്ചു. അതിനുവേണ്ടി പണം മുടക്കി
പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല, അടിമത്തം വധിച്ചതേ ഉള്ളൂ. ദൈവം പറയുകയാണ്, മടങ്ങി വന്നാൽ ഞാൻ അനുഗ്രഹിക്കാം. പ്രവാചകന്മാരായ യെശയ്യാവിലൂടെയും യിരെമ്യാവിലൂടെയും മറ്റനേക പ്രവാചകന്മാരിലൂടെയും ദൈവം ആവർത്തിച്ച് ഇസ്രായേലിനോട് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടെങ്കിലും നമുക്കറിയാം അവർ മടങ്ങി വന്നില്ല. അവര് ദൈവമനുഷ്യനായ യേശുവിനെ കൊല്ലുകയാണ് ഉണ്ടായത്. ഹൃദയകാഠിന്യത്തിനായി ദൈവം അവരെ ഏൽപ്പിച്ചു കളഞ്ഞു. അവർ ക്രിമിനലുകളായി മാറാനിടയായി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ഹൃദയത്തെ അലിക്കണം, നമ്മളെ ഉപയോഗിക്കണം, നമുക്ക് ബോധം തരണം, നമ്മളെ അനുഗ്രഹിക്കണം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.